കോഴി ഫാമിൻ്റെ വിശദമായിട്ടുള്ള എല്ലാവിധ സംശയങ്ങൾക്കും അവിടെ ക്യാമറ തലമുടിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മൈത്രയിലെ കോഴി ആശാൻ മിസ്റ്റർ അസീൽ ചെറിയൊരു ബിസിനസ്സാണ്. അതായത് നല്ലൊരു നമുക്ക് തുടങ്ങാൻ പറ്റിയ നല്ലൊരു പരിപാടിയാണ് ചിക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ല അങ്ങനല്ല, നമ്മൾ ഏത് സമയത്തും ആവശ്യമുള്ള സംഗതിയാണ് ഈ ചിക്കൻ. മരണശേഷവും കല്യാണങ്ങളും ഒക്കെ എല്ലാ പരിപാടികൾക്കും കോഴി എന്ന സംഗതി നമുക്ക് നിർബന്ധമാണ് കേരളക്കാർക്ക്. പിന്നെ ബോയിലർ കോഴി എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ എല്ലാവരും നല്ല സാധനം നമ്മൾ കൊടുക്കണല്ലേ. ഇതൊക്കെയാണ് കൊടുക്കണല്ലേ. ഇതിന്റെ ബിസിനസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധ്യത ഉണ്ടോ? നല്ല സാധ്യതയുള്ള ബിസിനസ്സാണ്. പക്ഷേ അതിന് പറ്റിയ അറ്റ്മോസ്ഫിയർ ഒക്കെ അല്ല ഒരു സ്ഥലത്ത് ആകണമെന്നുള്ളൂ. പൊതുവെ ഗൾഫാരൊരു ചിന്തയുണ്ട് നാട്ടിൽ ചെന്നിട്ട് കോഴി ഫാം ഇടാൻ. അപ്പൊ അതിനെ പറ്റി എൻ്റെ ഒരു ഇതെന്താ? കോഴി ഫാം എന്ന് പറഞ്ഞാൽ അതൊരു ലോട്ടറി പോലെയാണ്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് ഭയങ്കര ലാഭമായിക്കാരം. ചിലവർക്ക് ചിലപ്പോൾ ലോട്ടറി ഉണ്ട്, ചിലപ്പോൾ പൈസ ഇങ്ങനെ ചിലവായി പോകും, നല്ല നഷ്ടങ്ങളായിക്കാരം. ആ ഏർപ്പാട് നിർത്താതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും പിന്നെ നമ്മൾ ഈ കടം മറ്റൊക്കെ വാങ്ങിയിട്ട് തുടങ്ങാൻ പറ്റിയ ബിസിനസ് ഒന്നല്ല ഇതിനെ പറ്റിയ. ഈ കോഴി പറഞ്ഞാല് കോഴിക്ക് ഇതൊക്കെ ഓട്ടോമാറ്റിക് സംവിധാനങ്ങളാണ്. ഇപ്പോൾ ഇത് വെള്ളത്തിന്റെ പരിപാടിയാണ്. ഇത് കുറച്ച് ഇതിന് മുന്നേ നമുക്ക് ഫസ്റ്റ് കോഴി വരുമ്പോൾ ഉണ്ടേ കോഴിസുണ്ടോ, നമ്മൾ കോഴി കുട്ടികൾ വരുമ്പോൾ നമ്മൾ ആദ്യം റൗണ്ട് ഇത് കുറച്ച് വലുതായി കുറച്ച് പേരുണ്ടല്ലോ ബ്രൂഡർ. അതായത് ചൂട് വേണം. കുട്ടികൾ വരുമ്പോൾ നമുക്ക് ചൂട് നല്ല ആവശ്യമാണ്. ചൂടിന് നമുക്ക് റൗണ്ട് ആദ്യം ഒരു സ്റ്റീൽ തകരൻ്റെ റൗണ്ടുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ സീറ്റുകളുണ്ടോ കുറച്ച് എളുപ്പം വേണം. 5 സീറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കല്. അപ്പോൾ ഒരു റൗണ്ടിന് 500 കുട്ടികളാണ് ഒരു റൗണ്ടിൽ നമ്മൾ വെക്കൽ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കോഴിക്കുട്ടികൾ വരുന്നതിന് മുന്നേ തന്നെ ആദ്യം ഫാമൊക്കെ ഒന്ന് സ്പ്രേ അടിച്ച്, അതിന് സ്പ്രേ ഉണ്ട് ഒക്കെ അടിച്ച്, പിന്നെ ഈ സാധനം കേട്ടോ, ഇതാണ് ചകിരിപ്പൊടി. ഇന്ന് ഏറ്റവും ഡിമാൻഡുള്ള സംഗതിയാണ്. ഇതിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ അത്ഭുതപ്പെട്ടു. പണ്ട് ഇത് വെറുതെ കളിഞ്ഞ സംഗതിയാണ്. ഒരു ചാക്കിന് 230 റുപ്യ സൈറ്റിക്ക് വരികയാണ്. ഇതൊക്കെയാണ് നമുക്ക് നഷ്ടങ്ങൾ. ഈ ഒരു ഫാമൊക്കെ എത്ര ചാക്ക് വേണ്ടി വരും? ഫാം 1000 കോഴിക്ക് 20 ചാക്ക് അങ്ങനെയൊക്കെ പല കണക്കുണ്ട്. 1000 കോഴിക്ക് ഇപ്പം നല്ല ഫാമാണെങ്കിൽ അധികം വേണ്ടിയില്ല. അടി നല്ല ക്ലിയർ ആണെങ്കിൽ ചില ഫാമുകളൊക്കെ പഴയ ഫാം വയ്ക്കാറോ പല അധികം വേണ്ടി വരും. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഡിമാൻഡുള്ള സംഗതിയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിലുള്ള ഒരു ഇത്തിൽപ്പൊടി ഇല്ല, നമ്മൾ ഇത്തിൽപ്പൊടി കുമ്മായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എരുന്തിൻ്റെ തോട് പോലുള്ള സംഗതിയാണ്. അത് ഫസ്റ്റ് ഇടുക. ഈ ജന്തുക്കൾ ഇതൊക്കെ ചാകാനും അങ്ങനത്തെ കാര്യങ്ങളാണ്. അങ്ങനെ ഇട്ടതിന് ശേഷം പിന്നെ ഈ ചകിരിപ്പൊടി ഇടുക. രണ്ടാമത് അതൊന്ന് സ്പ്രേക്ക് അടിച്ചൊന്ന് സെറ്റാക്കുക അതിൻ്റെ അണുക്കളും കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമ്മൾ ഞാൻ പറഞ്ഞ അതിന് സീറ്റ് കൊണ്ട് റൗണ്ട് ഉണ്ടാക്കുക. സീറ്റ് വേണമെങ്കിൽ അവിടെ അതാ ഈ സാധനമാണ് സീറ്റ് ബ്രൂഡർ. ഈ സീറ്റ് റൗണ്ടാക്കി കാണാൻ അറിയില്ല. ഇതിൻ്റെ റൗണ്ടാക്കി ഇങ്ങനെ വെക്കും. നമ്മൾ റൗണ്ടാക്കി വെക്കും. അതിൻ്റെ ഉള്ളിൽ കറണ്ട് കൊടുക്കും. ബൾബിൻ്റെ 100 വാട്ട്സും 200 വാട്ട്സും ഒക്കെ ഉണ്ട്. 500 കൊയ്ത്തീറ്റാണ്. ഇതിലുണ്ട്. ഇതാണ് സാധനം അല്ലേ? ഈ തീറ്റയിൽ പല ഐറ്റംസ് ഉണ്ടാവും. ഫസ്റ്റ് നമ്മൾ ഇടുന്നത് പ്രീ സ്റ്റാർട്ടറാണ്. ഫസ്റ്റ് വേണ്ടി ഇത് പ്രീ സ്റ്റാർട്ടർ. ഇത് സ്റ്റാർട്ടറാണ്. ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടർ നമ്മൾ കൊടുക്കും. 12 ദിവസം കഴിഞ്ഞാൽ അപ്പോൾ പ്രീ സ്റ്റാർട്ടർ. പിന്നെ ഫിനിഷറാണ് ലാസ്റ്റ് കൊടുക്കണേ. ഫിനിഷറൊക്കെ കഴിക്കുമ്പോഴാണ് കോഴി വെയിറ്റ് സെറ്റാകുന്നത്. പിന്നെ ഫാമിനെ കുറിച്ച് കോഴിനെ കുറിച്ചൊക്കെ നല്ല അറിവ് വേണം. കാരണം എന്ന് വെച്ചാൽ പല പ്രശ്നങ്ങളാണ് ഇപ്പോൾ, അസുഖങ്ങളും കാര്യങ്ങളൊക്കെ. എല്ലാ ഓരോ അസുഖങ്ങളും നമ്മൾ മൊത്തം അങ്ങനെ പഠിക്കും. എക്സ്പീരിയൻസ് ഉണ്ടായാൽ പഠിക്കും. അതായത് തിരക്കടില്ലാത്ത ബിസിനസ്സാണ്. ഇതേപോലെ ഒരു സാധനം എപ്പോഴും കയ്യിൽ വേണം. ഇത് നമ്മൾ എന്താ വെച്ചാൽ ഇത് നമ്മൾ കീറി നോക്കും. ഡോക്ടർമാർ ചെയ്യുന്ന നമുക്ക് മനുഷ്യന്മാർക്കില്ല മാതിരി തന്നെ കോഴികൾക്ക് എല്ലാ സംഗതി ഉണ്ടോ. അപ്പോൾ നമ്മൾ ചത്ത കോഴിനെടുത്ത് കീറി നോക്കുമ്പോൾ നമുക്ക് അസുഖങ്ങൾ കുറേയൊക്കെ മനസ്സിലാക്കാം. ഇനി നമുക്ക് കുറേ എക്സ്പീരിയൻസാണ്. അപ്പോൾ അതിനനുസരിച്ച് മരുന്ന് കൊടുത്ത് റെഡി ആയാലുണ്ട്. അധികം അല്ലാതെ ബ്രോയിലർ കോഴിക്ക് പ്രത്യേകം മരുന്ന് കൊടുക്കുക അങ്ങനെ സംവിധാനമൊന്നുമില്ല. ഇത് വെയിറ്റൊക്കെ ആണ്. നല്ല അടിപൊളി തീറ്റയാണ്. ഈ തീറ്റയൊക്കെ നമുക്ക് തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന തീറ്റകളാണ്. ചോളം അങ്ങനത്തെ നല്ല ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഫാക്ടറി പോയി നല്ല നല്ല സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. സാധനങ്ങളാണ് ഇതിൽ വരുന്നത് അല്ലേ? പിന്നെ മീനിൻ്റെ മാതിരിയല്ല. മീനൊക്കെ നമുക്ക് ഇവിടെ എത്തുമ്പോഴത്തേന്
നമുക്ക് കുറേ മീനെ കുറ്റം പറയല്ല. അവിടെ നിന്ന് എത്തുമ്പോഴത്തേന് ഫീസറിൽ മറ്റേ ഇത് നേരെ ഫ്രഷ് നമുക്ക് അറുത്ത് തരാണ്. അല്ല കടയിൽ പോയാണ്ട് വേഗം ഫ്രഷ് കിട്ടും. അപ്പോൾ പേടിക്കാല്ല. കോഴിക്കുഞ്ഞുങ്ങൾ നമ്മളൊരു 40 ദിവസമാണ് ഇതിൻ്റെ ഒരു കണക്ക് പറയല്. ഇവിടെ കൊണ്ടുവന്ന് ഇട്ടത് മുതൽ 40 ദിവസം കൊണ്ടാണ് നമ്മൾ അതിനിടയിൽ ബ്രോസ്റ്റിന് പിടിക്കും. ഒരു 30, 32, 33 ദിവസം ആകുമ്പോൾ ഒരു 1.5 കിലോനൊക്കെ ആകും ബ്രോസ്റ്റിന് പിടിക്കുന്ന സമയത്ത്. 1,400, 300, 1,500 അങ്ങനെയൊക്കെ ആ ലെവലിൽ അങ്ങനെ ബ്രോസ്റ്റിന് പിടിക്കും ചില ആൾക്കാർ. പിന്നെ അല്ലെങ്കിൽ 40 ദിവസം, 41, 42 അങ്ങനെ ആ ലെവലിൽ. പിന്നെ കോഴിൻ്റെ ചില കോഴികൾ നല്ല തീറ്റ എടുത്ത് നല്ല വെയിറ്റ് ഇട്ടാണെങ്കിൽ ഇത് 37, 38 ആ ലെവലിലൊക്കെ പിടിക്കും. FCR എന്ന സംഗതി ഉണ്ട്. FCR നമുക്ക് ക്ലിയറായി പോകണം. തീറ്റനുസരിച്ച് തീറ്റ നമ്മൾ പിന്നെ എടുക്കുന്നതനുസരിച്ചുള്ള വെയിറ്റ് നമുക്ക് കിട്ടണം. അപ്പോഴേ നമുക്ക് ഈ പൈസ കിട്ടുള്ളൂ. കോഴികൾക്ക് അസുഖമൊന്നും ഇല്ലാതെ നിന്നാൽ നമുക്ക് FCR നല്ല മെച്ചമുണ്ടാവും. പിന്നെ കൊടുക്കാൻ നേരത്തെ നമ്മൾ വില വേണം. ഇപ്പം കാര്യമായിട്ട് പല അസുഖങ്ങളും പല രീതികളായിട്ട് പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇപ്പം ഫാമിലൊക്കെ നല്ല റേറ്റ്. ചിക്കനൊക്കെ കോഴിയില്ല, ഫാമുകളൊക്കെ വളരെ കുറഞ്ഞു പോയി. ഇതിങ്ങനെ ഇതൊരു അതിങ്ങനെ വലുതായി ഇങ്ങനെ വരും. എന്താ പറയുക, മൊത്തം നമ്മൾ തുറന്നു വിടും. അതായത് ഒരു കോഴിക്ക് 1,20 സ്ക്വയർ ഫീറ്റ് ആ ലെവലിലാണ് ഒരു ഇത് കണക്കാക്കല്. 1,20, 1,25 ലെവലിൽ ഒരു കോഴിക്ക്. അങ്ങനെയൊക്കെയാണ് ഇത് സംഗതി. ഇത് കുറേ പഠിക്കാണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 2255 ഫോൺ നമ്പറിലേക്ക് വിളിക്കുക.